Okay. So okay, good morning. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിഗാർഡിംഗ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ നോക്കിയിട്ട് അത് പ്രീഫെച്ച് ബഫേഴ്സിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് പറയാം. ഞാൻ ഇന്നലെ ഒരു വോയിസ് നോട്ട് അയച്ചായിരുന്നു. അപ്പം അതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ നോക്കുക. കോൺസെപ്റ്റ് ഓഫ് പ്രീഫെച്ച് ബഫേഴ്സ് എന്തായിരുന്നു സംഭവം? ഒരാൾ പറഞ്ഞു. അനുപമ, ദെൻ അർപ്പിത്, ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു. കോൺസെപ്റ്റ് ഓഫ് പ്രീഫെച്ച് ബഫേഴ്സ്. റംഷാദ, ഖദീജ, ഒരാളെ റെസ്പോണ്ട് ചെയ്തേ. ഓഡിബിൾ അല്ലേ ഞാൻ? അനുപമ ഓർമ്മയുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ. കോൺസെപ്റ്റ് ഓഫ് പ്രീഫെച്ച് ബഫേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഹിയർ വി ഹാവ് എ ഇന്റലിജന്റ് യൂണിറ്റ് നോൺ ആസ് പ്രീഫെച്ച് ബഫേഴ്സ്. ഇറ്റ് ക്യാൻ ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി ആൻഡ് പ്ലേസിംഗ് ഇറ്റ് ഇൻ ടു ക്യൂ. ഒരു ഇൻസ്ട്രക്ഷൻ ക്യൂവിൽ നമ്മൾ അത് പ്ലേസ് ചെയ്യുന്നു. ദെൻ ഡിസ്പാച്ച് യൂണിറ്റ് 1 by 1 ആയിട്ട് ഇൻസ്ട്രക്ഷനെ ടേക്ക് ചെയ്യുന്നു, എക്സിക്യൂഷൻ യൂണിറ്റിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് ഫെച്ചിനും ഡിസ്പാച്ചിനും ഇൻ ബിറ്റ്വീൻ ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നു. അതുപോലെ ഡിസ്പാച്ചിനും എക്സിക്യൂഷൻ യൂണിറ്റിനും ബിറ്റ്വീൻ ഒരു രജിസ്റ്റർ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫെച്ച് യൂണിറ്റ് ഫെച്ച് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷനെ പ്ലേസ് ചെയ്യുന്നു, ഡിസ്പാച്ച് യൂണിറ്റ് ഡീകോഡ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ എവിടെ പ്ലേസ് ചെയ്യുന്നു? ഈ ഒരു രജിസ്റ്റർ, ഈ ഒരു ബോക്സ് കാണിക്കുന്നത് രജിസ്റ്റർ ആണ്. ഈ ഡയഗ്രാം ക്ലിയർ അല്ലേ? അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ആ ഒരു ഡയഗ്രാം, ടൈമിംഗ് ഡയഗ്രാം ഒന്ന് നോക്കുക. ടൈമിംഗ് ഡയഗ്രത്തിൽ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ക്ലോക്ക് സൈക്കിള് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നു, ഡിസ്പാച്ചർ അതിനെ ടേക്ക് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു സെക്കൻഡ് ക്ലോക്ക് സൈക്കിൾ ഓൾസോ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ടേക്ക് പ്ലേസ് ചെയ്യുന്നു, ഡിസ്പാച്ചർ അതിനെ എടുക്കുന്നു. തേർഡ് പ്ലേസിൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച് നടക്കുന്നു, ഡിസ്പാച്ചർ ടേക്കിംഗ് ഇൻസ്ട്രക്ഷൻ. ഫോർത്ത് ഫേസിലും ഓൾസോ ഇൻസ്ട്രക്ഷൻ ടേക്ക് ചെയ്യുന്നു, ഫെച്ച് യൂണിറ്റ് അത് എടുക്കുന്നു. പക്ഷെ നിങ്ങൾ നോക്കുക, ഫിഫ്ത്ത് ക്ലോക്ക് സൈക്കിൾ ആകുമ്പോൾ കണ്ടോ, ഫിഫ്ത്ത് ക്ലോക്ക് സൈക്കിൾ ആകുമ്പോഴും തേർഡ് ക്ലോക്ക് സൈക്കിളിൽ നമ്മൾ ഇത് ഫെച്ച് ചെയ്താലും ഡിസ്പാച്ചർ എടുക്കുന്നത് സിക്സ്ത് ക്ലോക്ക് സൈക്കിളാണ്. അതേപോലെ തന്നെ ഫോർത്ത് ക്ലോക്ക് സൈക്കിൾ ഇൻസ്ട്രക്ഷൻ ഫെച്ച് നടന്നു, F4 നടന്നു, പക്ഷെ ഡിസ്പാച്ചർ ടേക്ക് ചെയ്യുന്നത് സെവൻത് ക്ലോക്ക് സൈക്കിളാണ്. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷന്റെ ക്യൂ ലെങ്ത് ഫിഫ്ത്ത് ക്ലോക്ക് സൈക്കിൾ 2 ആയിട്ടും സിക്സ്ത് ക്ലോക്ക് സൈക്കിൾ 3 ആയിട്ടും മാറുന്നുണ്ട്. ഇതായിരുന്നു അന്നത്തെ കോൺസെപ്റ്റ്. ക്ലിയർ ആണോ ഇത്? ഞാൻ ഇന്നലെ ഒരു വോയിസ് നോട്ട് അയച്ചായിരുന്നു, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അമൽ രവീന്ദ്രൻ ഓക്കെ അല്ലേ? ബോയ്സ് ഒന്ന് രണ്ടുപേരും റെസ്പോണ്ട് ചെയ്യോ? ഓക്കെ. നമ്മുടെ ഡിസ്പാച്ചർ പ്രോപ്പർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ എടുക്കാത്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ക്യൂ ലെങ്ത് കൂടുന്നത്. നിങ്ങൾ നോക്കുക, ഈ ഇതില് ഫെച്ച് ചെയ്ത ഉടനെ ഡിസ്പാച്ചർ എടുത്തു, ഇവിടെ ഫെച്ച് ചെയ്തിട്ട് ക്ലോക്ക് സൈക്കിൾ 3-ലാണ് മീൻസ് 6-ലാണ് ഡിസ്പാച്ചർ എടുക്കുന്നുള്ളൂ. അപ്പോഴേക്കും അതുകൊണ്ടാണ് ഇവിടെയും ക്ലോക്ക് സൈക്കിൾ 7-ലേ ഡിസ്പാച്ചർ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇൻസ്ട്രക്ഷൻ ക്യൂ ലെങ്ത് കൂടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൽ ഓർത്തിരിക്കണമായിരുന്നു. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഹസാർഡ്സ് ഒഴിവാക്കാം എന്നുള്ളൊരു മെത്തേഡാണ്. അപ്പം സൈഡ് ഹെഡിങ് ചെയ്താ മെക്കാനിസം ടു ഇംപ്രൂവ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്. അപ്പം വാട്ട് ഈസ് ഹസാർഡ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനറിയാം, ദർ ഇസ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹസാർഡ്. ഡാറ്റ ഹസാർഡ് ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ഹസാർഡ് ഉണ്ട്, സ്ട്രക്ചറൽ ഹസാർഡ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ നോട്ട്സിൽ ഞാൻ പ്രോപ്പർ ആയിട്ട് തന്നിട്ടുണ്ട്, പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. ഇനി എങ്ങനെ ഹസാർഡ് അവോയ്ഡ് ചെയ്യാം എന്നുള്ള മെക്കാനിസംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടോ? ആദിത്യ, ഐശ്വര്യ, റെസ്പോണ്ട് ചെയ്തേ. മെക്കാനിസം ടു സോൾവ് അല്ലെങ്കിൽ
ടു അവോയ്ഡ് ഡിഫറെന്റ് ഹസാർഡ്സ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനുള്ള ഫസ്റ്റ് മെക്കാനിസം എഴുതാം. പ്രീഫെച്ച് ബഫേഴ്സ്. ഫസ്റ്റ് ഓപ്ഷൻ എഴുതാം, യൂസ് ഓഫ് പ്രീഫെച്ച് ബഫേഴ്സ് എഴുതാം. പ്രീഫെച്ച് ബഫർ പൈപ്പ് ലൈനിങ് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം ആണ് പ്രീഫെച്ച് ബഫേഴ്സ്. ഇപ്പൊ കോൺസെപ്റ്റ് ഇതാണ്. പ്രീഫെച്ച് ബഫർ എന്ന് പറഞ്ഞ് പ്രീഫെച്ച് ടെക്നിക്സ് നമുക്ക് ഓൾറെഡി അറിയാം. എന്തായിരുന്നു സംഭവം? ഇൻസ്ട്രക്ഷൻ ആവശ്യമുള്ളതിന് മുന്നേ തന്നെ വി ആർ ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. അതിനെ നമ്മൾ ക്യൂയിലേക്ക് പ്ലേസ് ചെയ്യുന്നു. ആ ക്യൂ എന്നാണ് നമ്മൾ പിന്നെ ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇൻസ്ട്രക്ഷൻ ഓൾറെഡി നമ്മൾ അവൈലബിൾ ആക്കി എടുക്കുക. ഇതിനെയാണ് നമ്മൾ പ്രീഫെച്ചിങ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഒന്ന് പറഞ്ഞേ, എന്താ മനസ്സിലായത്? വാട്ട് ഈസ് പ്രീഫെച്ചിങ്? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഇപ്പൊ ജോയിൻ ആയേ. ഓക്കെ, പ്രീഫെച്ചിങ് എന്ന് പറയുമ്പോൾ അഡ്വാൻസ് ആയിട്ട് ഇൻസ്ട്രക്ഷനെ നമ്മൾ ഫെച്ച് ചെയ്തിട്ട് ചെയ്യാം. ദെയർബൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു ഫ്ലോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു മോഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാസ്റ്റ് ആക്കാൻ പറ്റും. മീൻ ചെയ്യുന്ന എന്താണ്? ഓൾറെഡി ഇൻസ്ട്രക്ഷനെ നമ്മൾ എക്സിക്യൂഷന് വേണ്ടിയിട്ട് അവൈലബിൾ ആക്കി വെക്കുക, പ്രീ ഫെച്ച് ചെയ്യുക, അഡ്വാൻസ് ആയിട്ട് ഫെച്ച് ചെയ്യുക. ആ ഒരു ടേമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ, മൈക്രോഫോൺ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ദെൻ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 3 ബഫേഴ്സ് ഉണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യുക. സീക്വൻഷ്യൽ ബഫർ, ടാർഗറ്റ് ബഫർ ആൻഡ് ലൂപ്പ് ബഫർ. സീക്വൻഷ്യൽ ബഫർ, ടാർഗറ്റ് ബഫർ ആൻഡ് ലൂപ്പ് ബഫർ. നെക്സ്റ്റ് ലൈൻ എഴുതാം, സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആർ ലോഡഡ് ഇൻ ടു സീക്വൻഷ്യൽ ബഫർ. സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആർ ലോഡഡ് ഇൻ ടു സീക്വൻഷ്യൽ ബഫർ എന്ന് എഴുതാം. സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻ, ഹലോ പറഞ്ഞോളൂ. കേൾക്കുന്ന കുറവാണോ? ഓക്കെ, ഞാൻ മൊബൈലിലേക്ക് വരാം. ഇപ്പൊ അവിടെ അല്ലേ? ഞാൻ കുറച്ചുകൂടി കേൾക്കുന്നില്ലേ? സർ നേരത്തെ നല്ലോണം കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണോ കേൾക്കാത്തത്? ഇപ്പം കേൾക്കുന്നുണ്ട്. ഓഡിബിൾ അല്ലാന്ന് പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? സർ നല്ല ഓഡിബിൾ ആണെന്നാ പറഞ്ഞത്. ആണോ? ഓക്കെ ഓക്കെ, സോറി. ഞാനില്ലേ ഓഡിബിൾ അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. ഞാൻ മൈക്രോഫോൺ സൗണ്ട് മാക്സിമം ആക്കിയിട്ടുള്ളത്. ഇത് പുതിയൊരു ഡിവൈസ് ആണ്. ഞാനിപ്പോ കോളേജിൽ, നമുക്കിന്ന് കോളേജ് ഓപ്പൺ ആയതുകൊണ്ട് കോളേജിലെ മൈക്രോഫോൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് വോയിസ് കൺട്രോൾ ചെയ്യുക, ചിലപ്പോൾ ഒച്ച കൂടും. ഓക്കെ, അപ്പം നമ്മൾ കോൺസെപ്റ്റ് ഓഫ് ബഫേഴ്സ് ആണ് പറയുന്നത്. അപ്പം നമ്മുടെ ശരിക്കും എയിം എന്താ? വി ഹാവ് ടു ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്ത് അഡ്വാൻസ് ആയിട്ട് ഫെച്ച് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ നോർമലി ഇൻസ്ട്രക്ഷൻ എങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലായാൽ ഈ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയൊക്കെ ഉണ്ടാവാം ഒന്ന് നോക്കാം. വി മേ ഹാവ് സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻ. കണ്ടോ, ലൈൻ ബൈ ലൈൻ ആയിട്ട് നമുക്ക് സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവാം. അതർവൈസ് വി ക്യാൻ ഗോ ഫോർ ലൂപ്പ്. കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ലൂപ്പ് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ ഉണ്ടാവാം. ദെൻ
ടാർഗറ്റ് ലൂപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ടാർഗറ്റിലേക്കൊക്കെ പോകേണ്ടി വരും. ഇത്രയും കാര്യങ്ങളല്ലേ നോർമലി ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വി ക്യാൻ ഗോ ഫോർ സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻ, 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ. അല്ല എങ്കിൽ ലൂപ്പിന്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ. അതർവൈസ് ഒരു ലൂപ്പ് ടാർഗറ്റ് കോൾ ചെയ്താൽ ടാർഗറ്റിലേക്ക് പോയി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ. ഇത്രയും കാര്യങ്ങളല്ലേ നോർമലി നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവുള്ളൂ. അത് നമുക്കറിയാലോ. ഒന്ന് പറഞ്ഞേ. ആദ്യത്തെ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ഐദർ വി ക്യാൻ ഗോ ഫോർ സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻ ഓർ വി മേ ഹാവ് ലൂപ്പ് ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കോൾ വന്നാൽ ഒരു ടാർഗറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പം അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഇത്തരം ഇൻസ്ട്രക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ നമ്മൾ അതിനെ ഒരു സെപ്പറേറ്റ് ബഫറിൽ പ്ലേസ് ചെയ്യുന്നു. ദിസ് ബഫർ ഈസ് വെരി ക്ലോസ് ടു എക്സിക്യൂഷൻ യൂണിറ്റ്. അതുകൊണ്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ എന്താക്കി ഫാസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷനെ പ്ലേസ് ചെയ്യാൻ വേണ്ടി വി ഹാവ് ഡിഫറെന്റ് ബഫേഴ്സ്: സീക്വൻഷ്യൽ ബഫർ, ടാർഗറ്റ് ബഫർ ആൻഡ് ലൂപ്പ് ബഫർ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആർ പ്ലേസ്ഡ് ഇൻ സീക്വൻഷ്യൽ ബഫർ. ആഫ്റ്റർ ഫെച്ചിങ് ഐഡന്റിഫൈങ് ടാർഗറ്റ് വി ആർ പ്ലേസിങ് ആ ഒരു കോഡിന്റെ ടാർഗറ്റ് ബ്രാഞ്ചിങ് വന്നാൽ ടാർഗറ്റ് കോഡ് കംപ്ലീറ്റ് നമ്മൾ ടാർഗറ്റ് ബഫറിൽ എടുത്ത് വെക്കും. മൾട്ടിപ്പിൾ ടൈംസ് വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ് പോലുള്ള മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂഷൻ ചെയ്യേണ്ട സംഭവത്തിന് നമ്മൾ എവിടെ വെക്കും? ലൂപ്പ് ബഫറിൽ എടുത്ത് പ്ലേസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്തായി? എല്ലാ ഇൻസ്ട്രക്ഷനും അഡ്വാൻസ് ആയിട്ട് വെരി ക്ലോസ് ടു പ്രോസസറിലുണ്ട്. അപ്പൊ ഇൻസ്ട്രക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? സ്മൂത്ത് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ഇതാണ് കോൺസെപ്റ്റ്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ നോക്കുക, വി ഹാവ് മെമ്മറി. ഈ സൈഡിൽ മെമ്മറി ഉണ്ട്. ഫെച്ച് യൂണിറ്റ് നമ്മളെ ഈ പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷനെയും ഫെച്ച് ചെയ്യുന്നു. അത് സീക്വൻഷ്യൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്താൽ സീക്വൻഷ്യൽ ബഫറിൽ ഇടും. ടാർഗറ്റ് ബ്രാഞ്ചിങ്ങിന്റെ പോലെ കണ്ടിട്ടുണ്ടെങ്കിൽ ടാർഗറ്റ് ബഫറിൽ ഇടും. ഇനിയിപ്പോ ലൂപ്പ് ഉണ്ടെങ്കിൽ ആ സംഭവം ഇവിടെ കാണിക്കുന്നില്ല. സപ്പോസ് ലൂപ്പ് ആണെങ്കിൽ അതിനെ പിടിച്ച് ലൂപ്പ് ബഫറിൽ ഇടും. ഈ ബഫർ എന്ത് ചെയ്യും? ഈ ഇൻസ്ട്രക്ഷനൊക്കെ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിലേക്ക് കൊടുക്കും. അപ്പൊ അഡ്വാൻസ് ആയിട്ട് നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷനും എവിടെ ഉണ്ട്? ഇപ്പം ബഫേഴ്സിലുണ്ട്. ഇൻസ്ട്രക്ഷൻ ഫ്ലോ ഇവിടെ സ്മൂത്ത് ആയിട്ട് നടക്കും. അപ്പം നിങ്ങൾ എഴുതാം പ്രീഫെച്ച് ബഫേഴ്സ്. സീക്വൻഷ്യൽ ബഫറിൽ എന്തുണ്ടാവും? സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻസ്. സീക്വൻഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആർ ലോഡഡ് ഇൻ ടു സീക്വൻഷ്യൽ ബഫർ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് എഴുതാം ഇൻസ്ട്രക്ഷൻ ഫ്രം ബ്രാഞ്ച് ടാർഗറ്റ് ആർ ലോഡഡ് ഇൻ ടു ടാർഗറ്റ് ബഫർ. ഇൻസ്ട്രക്ഷൻ ഫ്രം ബ്രാഞ്ച് ടാർഗറ്റ് ആർ ലോഡഡ് ഇൻ ടു ടാർഗറ്റ് ബഫർ. Then loop buffer hold instruction in a loop. Loop buffer hold instructions in a loop. Clear ആണോ? Prefetch buffers മനസ്സിലായോ? മനസ്സിലായില്ലേ? റോൾ ഓഫ് prefetch buffers. അമൽ രവീന്ദ്രൻ. ഓക്കെ, താങ്ക് യു. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാം വി ക്യാൻ ഗോ ഫോർ മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്. മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ് നമ്മുടെ എയിം പൈപ്പ് ലൈനിങ്ങിനെ സ്മൂത്ത് ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പം എങ്ങനെ നമുക്ക് പൈപ്പ് ലൈനിങ് സ്മൂത്ത് ആക്കാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഒരു റെപ്രസെന്റേഷനിലേക്ക് പോവാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. We have different stages. Like ഞാൻ ഇവിടെ ഡ്രോ ചെയ്യാൻ പോണ്. We can have fetch stage, decode stage, execution stage and write back. ഇതാണ് നോർമലി നമ്മുടെ പൈപ്പ് ലൈനിങ്ങിന്റെ നമ്മൾ ട്രഡീഷണലി പറയുന്ന ഡിഫറെന്റ് സ്റ്റേജസ്. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്, റൈറ്റ് ബാക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു സം ഇൻസ്ട്രക്ഷൻസ് ലൈക്ക് ഡിവിഷൻ ഓപ്പറേഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ, ഇതിനൊക്കെ എക്സിക്യൂഷൻ യൂണിറ്റ് മോർ ദാൻ 3 സൈക്കിൾസ് ഒക്കെ എടുക്കും. മോർ ദാൻ 3 സൈക്കിൾ എടുക്കും. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ലോഡ് ഓപ്പറേഷൻ ഒക്കെ ആണെങ്കിൽ ചിലപ്പം 1 സൈക്കിൾ ഓർ 2 സൈക്കിളേ എടുക്കുള്ളൂ. അപ്പം ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രക്ഷൻ നമ്മുടെ എക്സിക്യൂഷൻ എന്ന് പറയുന്ന ടാസ്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട്. ചിലപ്പം എക്സിക്യൂട്ടൻ ചിലപ്പോൾ എന്തായി പോകും? 2 ഒക്കെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻ കുറെ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുപോലെ എക്സിക്യൂട്ട് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റിനെ, മൾട്ടിപ്പിൾ ഹാർഡ്വെയറിനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ മൾട്ടിപ്പിൾ ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ തന്നെ എന്തായി? നമുക്ക് പാരലലി ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് കോൺസെപ്റ്റ് ഓഫ്
വർക്ക്സ് എന്താ പറയാ മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ബേസ്ഡ് ഓൺ ദി ഇൻസ്ട്രക്ഷൻ, ചില ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സ്റ്റേജ് ഒക്കെ മോർ ദാൻ 2 ക്ലോക്ക് സൈക്കിൾ 1 ക്ലോക്ക് സൈക്കിൾ ഒക്കെ എടുക്കും. അപ്പം ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്, അതായത് അരിത്തമെറ്റിക് യൂണിറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ 2 എണ്ണം കൊണ്ടുവരും. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള യൂണിറ്റ് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ, നമ്മുടെ ഹാർഡ്വെയറിൽ 2 എണ്ണം ഉണ്ടാവും. ഹൈ കോസ്റ്റ് സിസ്റ്റം ആണ്, ബട്ട് വി ക്യാൻ ഇംപ്രൂവ് പാരലിസം ഓർ പൈപ്പ് ലൈനിങ് ഓപ്പറേഷൻ. ക്ലിയർ ആണോ? സർ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം നോക്കാം. ഞാൻ ഇതൊന്ന് വലുതാക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ദിസ് ഈസ് ദ ഡയഗ്രാം റെപ്രസെന്റിങ് മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്. നോർമലി ടോപ്പിൽ നോക്കുക, വി ആർ ഓൾറെഡി ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. എല്ലാ ഇൻസ്ട്രക്ഷനും മെമ്മറിയിൽ തന്നെ നമ്മൾ ഫെച്ച് ചെയ്യും. ഇൻസ്ട്രക്ഷൻ ഫെച്ച് യൂണിറ്റ് ആണ് അത് ചെയ്യുന്നത്. ദെൻ ഡീകോഡർ യൂണിറ്റ് പെർഫോമിംഗ് ഡീകോഡിംഗ് ഓപ്പറേഷൻ. എന്നിട്ട് ഏത് യൂണിറ്റ് ആണോ ഫ്രീ ആയ അതിലേക്ക് ഡീകോഡർ യൂണിറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്ട്രക്ഷനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഹിയർ വി ഹാവ് 1 ഫങ്ഷണൽ യൂണിറ്റ്, 2nd ഫങ്ഷണൽ യൂണിറ്റ്, എക്സെട്ര. മെനി നമ്പർ ഓഫ് ഫങ്ഷണൽ യൂണിറ്റ് വി ഹാവ്. ദെൻ വി ക്യാൻ ഹാവ് റിസർവേഷൻ സ്റ്റേഷൻ. കണ്ടോ, റിസർവേഷൻ സ്റ്റേഷൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഓൾറെഡി ഫങ്ഷണൽ യൂണിറ്റ് ബിസി ആണെങ്കിൽ നമ്മൾ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷനെ റിസർവേഷൻ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യിപ്പിക്കും. എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ സമയത്ത് ഫങ്ഷണൽ യൂണിറ്റ് അവർക്ക് യൂസ് ചെയ്യാം. ഫങ്ഷണൽ യൂണിറ്റ് മൾട്ടിപ്പിൾ ഉണ്ടെങ്കിലും ഫങ്ഷണൽ യൂണിറ്റ് ചിലപ്പം ബിസി ആയിരിക്കും. ആ ബിസി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷനെ റിസർവേഷൻ സ്റ്റേഷനിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കും. വെൻ ഫങ്ഷണൽ യൂണിറ്റ്സ് ആർ അവൈലബിൾ ദേ ക്യാൻ എക്സിക്യൂട്ട് ദി ഇൻസ്ട്രക്ഷൻ. കണ്ടോ, ആഫ്റ്റർ പെർഫോമിംഗ് ഓപ്പറേഷൻ കഴിഞ്ഞാൽ റിസൾട്ട് നമുക്ക് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് ഏതെങ്കിലും ടെമ്പററി ഫയൽ നോക്കുക, റിവേഴ്സ് ആയിട്ട് ടെമ്പററി ഫയലിലേക്ക് ലോഡ് ചെയ്യാം. ഇനി വിത്ത് ദി ഹെൽപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് നമുക്ക് തിരിച്ച് മെമ്മറിയിലേക്ക് തന്നെ ഡാറ്റനെ ലോഡ് ചെയ്യാം. ഈ എല്ലാ ടാസ്കും നമുക്ക് പഴയ പോലെ തന്നെ പെർഫോം ചെയ്യാം, ബട്ട് എക്സ്ട്രാ വി ഹാവ് ഡിഫറെന്റ് നമ്പർ ഓഫ് ഫങ്ഷണൽ യൂണിറ്റ്. ക്ലിയർ ആണോ കോൺസെപ്റ്റ്? എന്റെ വോയിസ് ലോ ആവുന്നുണ്ടോ? സർ, ഇവിടെ ടാഗ് യൂണിറ്റ് എന്തിനാണ്? ടാഗ് യൂണിറ്റ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെന്റ് രജിസ്റ്റർ ഫയൽ ഉണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ രജിസ്റ്ററിന്റെ ഫയലിനെ ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുമ്പോൾ വേറൊരു ഇൻസ്ട്രക്ഷനും അത് യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ടാഗ് യൂണിറ്റ് ആണ് രജിസ്റ്ററിന്റെ സ്റ്റാറ്റസ് എപ്പോഴും ഒബ്സർവ് ചെയ്യുക, ഫ്രീ ആണോ. കാരണം ഫ്രീ അല്ല എങ്കിൽ വേറൊരു രജിസ്റ്ററിനെ അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് റൈറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കണ്ടന്റ് ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ രജിസ്റ്ററിന്റെ സ്റ്റാറ്റസ്, ഈ BTAS എന്നൊക്കെ പറയുന്നത് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. ഈ രജിസ്റ്ററിന്റെ സ്റ്റാറ്റസ് എപ്പോഴും മോണിറ്റർ ചെയ്യുന്നത് ഈ ടാഗ് യൂണിറ്റ് ആണ്. ടാഗ് യൂണിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഡാറ്റ ഓവർ റൈറ്റ് ആയി പോവാനും റിമൂവ് ആവാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അത് ഞാൻ പോയിന്റ് നോട്ട്സിൽ തരാം. അപ്പൊ നിങ്ങൾ ഒരു പോയിന്റ് എഴുതുക അവിടെ. നോട്ട് ഡൗൺ ചെയ്യാം. മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് എഴുതാം. എന്നിട്ട് എഴുതാം just note down ചെയ്യാം. We have reservation station. We have reservation station used with each functional unit. Used with each functional unit. Used with each functional unit, comma. Instructions are wait in reservation station. Instructions are wait in reservation station until the functional units are available. Until the functional units are available. Then until the functional units are available. Next line is the reservation station and register files are monitored by tag unit. Reservation station and register files are monitored by tag unit and identifying currently used registers and identifying currently used registers. Next line is the
multiple functional unit can work in parallel. Multiple functional unit can work in parallel. Multiple functional unit can work in parallel. ഇപ്പം ക്ലിയർ ആയോ? sir. ഓക്കെ, അപ്പം ടാഗ് യൂണിറ്റിന്റെ റോൾ ഒന്നുകൂടി പറയാം. നമുക്ക് മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ടല്ലോ, എല്ലാം പരസ്പരം സെയിം ഓപ്പറന്റിനെ തന്നെ, ചിലപ്പോൾ R1 എന്ന് പറയുന്ന രജിസ്റ്ററിനെ മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ് യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ഫങ്ഷണൽ യൂണിറ്റ് ആണ് അതിനെ യൂസ് ചെയ്യുന്നതെന്ന് പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും, ഡാറ്റ നേരത്തെ പറഞ്ഞ പോലെ ഓവർ റൈറ്റ് ആയി പോവാം, നമുക്ക് ലോസ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ റിസർവേഷൻ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഇൻസ്ട്രക്ഷൻ റിസർവേഷൻ സ്റ്റേഷനിൽ വന്നിട്ടാണ് ഫങ്ഷണൽ യൂണിറ്റിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ വെൻ ഇൻസ്ട്രക്ഷൻസ് ആർ അവൈലബിൾ ഇൻ റിസർവേഷൻ സ്റ്റേഷൻ, ഈ ടാഗ് യൂണിറ്റ് ആണ് എല്ലാം പ്രോപ്പർ ആയിട്ട് മോണിറ്റർ ചെയ്യുന്നത്. ഇപ്പൊ റോൾ ഓഫ് ടാഗ് യൂണിറ്റ് ഒന്ന് നോക്കുക. Then after performing the operation with the help of load register, we are storing the data into memory. ആ ഒരു ഡയഗ്രാം കൂടി ഓർത്തിരിക്കാം. അപ്പൊ ഡയഗ്രാം നമുക്ക് സിമ്പിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി, ഫെച്ച് യൂണിറ്റ് പെർഫോമിംഗ് ദി ടാസ്ക്. ദെൻ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ബൈ ഡീകോഡർ. ഡീകോഡർ എന്ത് ചെയ്യുന്നു, ഡീകോഡ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് ഫങ്ഷണൽ യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ഡയഗ്രാം ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ ഓർത്തിരിക്കുക. ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം എന്ന് പറയുന്നില്ല, എങ്ങനെ നിങ്ങൾക്ക് ഓർക്കണം നിങ്ങൾ ഓർക്കുക. ഫസ്റ്റ് ഫെച്ച് ചെയ്യുന്നു, ഫെച്ച് വരക്കുക. ദെൻ ഡീകോഡ് ചെയ്യുന്നു, ഡീകോഡ് വരക്കുക. ഡീകോഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റിലേക്ക് നമ്മൾ ഇതിനിങ്ങനെ കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് വരക്കാൻ പറ്റുമല്ലോ. കൊടുത്ത സംഭവം നമ്മൾ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു എന്ന് വരക്കുക. ഇനി ഈ ഡാറ്റ എല്ലാം സ്റ്റോർ ആയി, ഡാറ്റ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ടാഗ് യൂണിറ്റ് വരക്കുക. ടാഗ് യൂണിറ്റിനെ ഈ ഡീകോഡുമായിട്ട് കണക്ട് ചെയ്യാം. ക്ലിയർ അല്ലേ മക്കളെ? ഒന്ന് പറഞ്ഞേ. ഈ ഒരു കുരിശ് പോലെ ഓർത്തിരിക്കുക. ഓക്കെ. ദെൻ പിന്നെ പൈപ്പ് ലൈനിങ് ഫാസ്റ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബൈ രജിസ്റ്റർ ഫോർവേഡിങ് ഓർ രജിസ്റ്റർ ടാഗിങ് എന്ന് എഴുതാം. ബൈ രജിസ്റ്റർ ഫോർവേഡിങ് ഓർ രജിസ്റ്റർ ടാഗിങ് എന്ന് എഴുതാം. രജിസ്റ്റർ ഫോർവേഡിങ്, രജിസ്റ്റർ ടാഗിങ് എന്ന് എഴുതാം. കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. ഡയഗ്രാം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഡയഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നോട്ട് പറഞ്ഞുതരാം. നമ്മൾ രണ്ട് മെമ്മറി ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് നോക്കുക. സപ്പോസ് വി ആർ സ്റ്റോറിങ് എ റിസൾട്ട് ഇൻ ടു മെമ്മറി ആൻഡ് വി ആർ ആക്സസിങ് സെയിം റിസൾട്ട് ഫ്രം ദി മെമ്മറി. ഒന്നുകൂടി പറയാം. R1 ഒരു ഡാറ്റ ഉണ്ട്, വി ആർ സ്റ്റോറിങ് ഡാറ്റ ഇൻ മെമ്മറി. കണ്ടോ, സ്റ്റോർ ചെയ്യുന്നു. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആക്സസ് യൂണിറ്റ് നമ്മൾ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. സെയിം ഡാറ്റനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, R2 എന്ന് പറയുന്ന മെമ്മറി ആ ഡാറ്റനെ തന്നെയാണ് നമ്മൾ ലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പം ലോഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യണം, ലോഡിനൊരു ടൈം, മെമ്മറി വെയിറ്റ് ഫംഗ്ഷൻ വെയിറ്റ് ചെയ്യണം. ദെൻ റീഡ് ചെയ്യുമ്പോഴും മെമ്മറി വെയിറ്റ് ഫംഗ്ഷൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു ടാസ്ക് നമുക്ക് എങ്ങനെ ചെയ്യാം, ഒരാൾ മെമ്മറിയിലോട്ട് പ്ലേസ് ചെയ്തോട്ടെ, ആ ഡാറ്റനെ ആ രജിസ്റ്റർ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, R2 ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതി. ബിക്കോസ് രജിസ്റ്റർ ട്രാൻസ്ഫർ ഓപ്പറേഷൻ മെമ്മറി ഓപ്പറേഷനേക്കാൾ ഫാസ്റ്റ് ആണ്. ഇനി കോൺസെപ്റ്റിലേക്ക് വരാം. നമ്മുടെ കയ്യിൽ ഒരു മെമ്മറി ഉണ്ട്, ഒരു രജിസ്റ്റർ മെമ്മറിയിലേക്ക് പ്ലേസ് ചെയ്യുന്നു, സെയിം ഡാറ്റ രജിസ്റ്റർ എടുക്കുന്നു. അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, രജിസ്റ്റർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അത് ഫാസ്റ്റ് ആണ്. ബിക്കോസ് രജിസ്റ്റർ ട്രാൻസ്ഫർ ഓപ്പറേഷൻ ഫാസ്റ്റ് ആണ് റാദർ ദാൻ മെമ്മറി ഓപ്പറേഷൻ. അപ്പൊ നമുക്ക് അങ്ങനെ പൈപ്പ് ലൈനിലെ ഓപ്പറേഷൻ കുറെയൊക്കെ ഫാസ്റ്റ് ആക്കാൻ പറ്റും. പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? അയ്യോ, എന്റെ സൗണ്ട് പോയോ? അഭിനവ്, ആശിഷ്, ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, മെസ്സേജ് ചെയ്യുന്നുണ്ട് ആരോ. ആശിഷ, താങ്ക് യു. അപ്പൊ എഴുതാ ഇന്റേണൽ ഫോർവേഡിങ് എന്നിട്ട് എഴുതാ സ്റ്റോർ ഹൈഫൺ ലോഡ് ഫോർവേഡിങ്. ടാസ്ക് നടക്കുന്നത് ഓർക്കുക. ടാസ്ക് നടക്കുന്നത് ഓർക്കുക. എഴുതാ മെമ്മറി ടു
Memory to register operation can be replaced by memory to register operation can be replaced by move operation between registers. Replaced by move operation between registers. Resulting shorter execution time. Resulting shorter execution time. Resulting shorter execution time. Diagram ഒന്നും കൂടി നോക്കുക. We are storing a data in R1. R1ലെ ഡാറ്റനെ നമ്മൾ M എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് മെമ്മറിന് M എന്ന് കാണിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. M-ലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അതേ M-നെ തന്നെ നമ്മൾ R2ലേക്ക് ലോഡ് ചെയ്യുന്നു. ഇത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ഒരാൾ സ്റ്റോർ ചെയ്യാൻ പോയിക്കോട്ടെ, പക്ഷെങ്കിൽ രണ്ടാമത്തെ ലോഡ് നമ്മൾ ഡയറക്റ്റ് മൂവ് കണ്ടന്റ് ഓഫ് R1 to R2. R1ലെ കണ്ടന്റ് നമ്മൾ R2ലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിൽ നമുക്കിത് പെർഫോം ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റോർ ലോഡ് ഫോർവേഡ് എന്നാണ് പറയാ. എക്സിക്യൂഷൻ ടൈം കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാൻ പറ്റും. ക്ലിയർ അല്ലേ ഈ ഡയഗ്രാം? നെക്സ്റ്റ് നോക്കുക. ഏകദേശം സെയിം കോൺസെപ്റ്റ് ആണ്. രണ്ട് രജിസ്റ്റേഴ്സ് സെയിം ഡാറ്റേനെ മെമ്മറിയിൽ നിന്ന് ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. കണ്ടോ, R1 trying to load data from memory, R2 trying to load data from the memory. പക്ഷെ എന്ത് ചെയ്താൽ മതി? ഒരാൾ ലോഡ് ചെയ്തെടുത്ത് മറ്റേ ആൾക്ക് ഫോർവേഡ് ചെയ്തെടുത്താൽ മതി. അപ്പം R1 ലോഡ് ചെയ്തെടുക്കുന്നു, സെയിം ഡാറ്റനെ R2ലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ഇതിനെയാണ് ലോഡ് ആൻഡ് ലോഡ് ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. സെയിം ഡാറ്റ ട്രൈങ് ടു ആക്സസ് ബൈ ബോത്ത് രജിസ്റ്റർ R1 ആൻഡ് R2. സെയിം ഡാറ്റയാണ്. ടു പെർഫോം ടു ലോഡ് ഓപ്പറേഷൻ നമുക്ക് കുറെ ടൈം വേണ്ടി വരും. പക്ഷെ നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നു? പെർഫോമിംഗ് വൺ ലോഡ് ഓപ്പറേഷൻ. ആഫ്റ്റർ ലോഡ് ഓപ്പറേഷൻ R1 ട്രാൻസ്ഫറിംഗ് ഡാറ്റ ടു R2. ഇതിനെ നമ്മൾ ലോഡ് ഫോർവേഡിംഗ് എന്ന് പറയും. ക്ലിയർ ആണോ? ഡയഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തേ. ആശിഷ്, ഐശ്വര്യ, ഇതാരും റെസ്പോണ്ട് ചെയ്യാത്തത്? ഓക്കെ. ആരോമൽ, ഖദീജ, മിൻഹജ്, മിഥുൻ മോഹൻ, നന്ദിത, നിവേദ്യ, ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്തേ. സർ ഓക്കെ. മനസ്സിലായിട്ടില്ലേ? ആ ഒന്ന് പറഞ്ഞു നോക്കൂ ഈ ലോഡ് ഫോർവേഡിങ്. ഒന്ന് പറഞ്ഞു നോക്കിയേ ലോഡ് ഫോർവേഡിങ്. മെമ്മറിന്ന് എടുത്ത് R1 ആദ്യം എടുത്തിട്ട് അത് R2ലേക്ക് പാസ് ചെയ്യുന്നല്ലേ? അതെ, രണ്ട് ലോഡ് ഓപ്പറേഷൻ പെർഫോം നമുക്ക് കുറെ സമയം വേണം. അതുകൊണ്ട് R1 ആദ്യം ലോഡ് ചെയ്തെടുക്കും, അതിന് എന്ത് ചെയ്ത് കൊടുക്കുന്നു? R2ലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുന്നു. രജിസ്റ്റർ ട്രാൻസ്ഫർ രണ്ടാമത്തെ ലോഡിനേക്കാൾ ഫാസ്റ്റ് ആയതുകൊണ്ട് എക്സിക്യൂഷൻ നമുക്ക് കുറച്ചുകൂടി സ്പീഡ് ആക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ സംഭവം. ക്ലിയർ അല്ലേ? ആ സർ ക്ലിയർ. ഓക്കെടാ. നെക്സ്റ്റ് അതിന്റെ കുറെ എക്സാമ്പിൾ ആണ്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് ഡിസൈൻ വേണ്ട, കോൺസെപ്റ്റ് മതി എന്ന സിലബസിലുണ്ട് കേട്ടോ. നോ ഡിസൈൻ റിക്വയർഡ്, കോൺസെപ്റ്റ്. അപ്പം അതെങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതൊന്നും നമുക്ക് വേണ്ട. ഇനി നെക്സ്റ്റ്, ഡാറ്റ സ്മൂത്ത് ആയിട്ട് നടക്കണം, പൈപ്പ് ലൈനിങ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് അവോയ്ഡ് ഹസാർഡ്സ്. സൈഡ് ഹെഡിങ് എഴുതാ, അവോയ്ഡ് ഹസാർഡ്. അവോയ്ഡ് ഹസാർഡ്. ഹസാർഡ് എന്ന് പറയുന്നത് എന്താ ശരിക്കും? നമുക്ക് മേ ബി ഡാറ്റ ഡിപ്പെൻഡൻസി കൊണ്ടാവാം, ഒരേ ഡാറ്റ തന്നെ വേറൊരു ഇൻസ്ട്രക്ഷൻ എടുക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ സ്ട്രക്ചറിൽ വരാം, ഇൻസ്ട്രക്ഷനിൽ വരാം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ ഒരേ ഡാറ്റ തന്നെ വേറെ ഇൻസ്ട്രക്ഷൻസ് ഷെയർ ചെയ്യേണ്ട അവസ്ഥ വരുമ്പം ഹസാർഡ് വരും. അപ്പൊ അതിലുള്ള ഡിഫറെന്റ് മെത്തേഡും എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് ഡിഫറെന്റ് ഹസാർഡ്സ് ഐഡന്റിഫൈ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എഴുതാം. ഹസാർഡ്, 3 ടൈപ്പ് ഓഫ് ഹസാർഡ്സ് ഉണ്ട്. 3 ടൈപ്പ് ഓഫ് ഹസാർഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് റീഡ് ആഫ്റ്റർ റൈറ്റ്, RAW, റീഡ് ആഫ്റ്റർ റൈറ്റ് ഹസാർഡ്. റീഡ് ആഫ്റ്റർ റൈറ്റ് ഹസാർഡ്. റീഡ് ആഫ്റ്റർ റൈറ്റ് ഹസാർഡ്. അപ്പൊ നിങ്ങൾ ഓർക്കുക,
ഹിയർ ഡി എന്ന് പറയുന്നത് റെപ്രസെന്റിങ് ഇൻപുട്ട്, ഡി റെപ്രസെന്റിങ് ഇൻപുട്ട്, ആർ റെപ്രസെന്റിങ് ഔട്ട്പുട്ട്. ഡി റെപ്രസെന്റിങ് ഇൻപുട്ട് എന്ന് എഴുതുക, ആർ റെപ്രസെന്റ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ആണ്. ഡി റെപ്രസെന്റിങ് ഇൻപുട്ട്, ആർ റെപ്രസെന്റിങ് ഔട്ട്പുട്ട്. വി ആർ സേയിങ് അബൌട്ട് റീഡ് ആഫ്റ്റർ റൈറ്റ്. റൈറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ റീഡ് ചെയ്യുന്നത് കണ്ടോ. ഡി ഓഫ് ഐ ഒരു ഇൻസ്ട്രക്ഷന്റെ ഇൻപുട്ട് ആണ്. ഐ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷന്റെ ഇൻപുട്ട് ആണ് ഡി ഓഫ് ഐ. അതൊരു സംഭവത്തിനെ റൈറ്റ് ചെയ്ത് വെച്ചു. ആർ എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. ആർ ഓഫ് ഐ അതിന്റെ ഔട്ട്പുട്ട് ആർ ഓഫ് ഐ ആണ്. ദെൻ ഡി ഓഫ് ജെ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇൻസ്ട്രക്ഷന്റെ ഇൻപുട്ട്, ആർ ഓഫ് ജെ എന്ന് പറയുന്നത് ഔട്ട്പുട്ട്. അപ്പൊ ഇതുണ്ടോ, ഈ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ റൈറ്റ് ചെയ്ത് വെച്ച ഒരു സംഭവത്തിനെ ഒരാള് റീഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ അതിനെ ആ രജിസ്റ്ററിനെയോ വാല്യൂനെയോ ഒക്കെ റീഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഡാറ്റയില് പ്രോബ്ലം വരും. അതാണ് റീഡ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഹിയർ വി ഹാവ് എൻ ഇൻസ്ട്രക്ഷൻ ഐ പെർഫോമിംഗ് ഇൻപുട്ട്. ഇതിന്റെ ഇൻസ്ട്രക്ഷന്റെ ഇൻപുട്ട് ആണ് ഡി. ഡൊമൈൻ എന്ന് പറയുന്നത് ഇൻപുട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. പെർഫോമിംഗ് എ റൈറ്റ്. ആ റൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഔട്ട്പുട്ട് സെറ്റ് ആണ് ആർ ഓഫ് ഐ എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻ ഐന്റെ ഔട്ട്പുട്ട് സെറ്റ് ഡിനോട്ടഡ് ബൈ ആർ ഓഫ് ഐ. ആർ ഡിനോട്ടിങ് ഔട്ട്പുട്ട്. ഈ ആർ എന്തായി, രണ്ടാമത്തെ ജെ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന്റെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ആൻഡ് വി ആർ റീഡിങ് ദിസ് ഇൻപുട്ട് ആൻഡ് പെർഫോമിംഗ് എന്തോ ഒരു ഔട്ട്പുട്ട് ആർ ജെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഡി ജെ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു, ആർ ജെ ഉണ്ടാക്കുന്നു. അപ്പൊ ഈ ഔട്ട്പുട്ട് നമുക്ക് വിഷയമല്ല. പക്ഷേങ്കിൽ ഈ ഇൻപുട്ട് പ്രോപ്പർ ആയിട്ട് റൈറ്റ് ആവുന്നതിന് മുന്നേ നമ്മൾ റീഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അതൊരു ഹസാർഡിന് സാധ്യതയുണ്ട്. അതാണ് റീഡ് ആഫ്റ്റർ റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റീഡ് ആഫ്റ്റർ റൈറ്റ്. ഈ ഡയഗ്രാം ഒന്ന് വരയ്ക്കുക. വരച്ചോ, എന്തായാലും വരക്കുക ഇപ്പൊ തന്നെ. എന്നിട്ട് എഴുതുക ഇൻസ്ട്രക്ഷൻ ജെ read a source before I write it. Instruction J, read a source before I write it. അതൊരു ഹസാർഡാണ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? നന്ദിത പി, പ്രിൻസ് രാധാകൃഷ്ണൻ. അപ്പം ഈ ഡയഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വരച്ചു വെക്കുക. എന്നിട്ട് എഴുതുക ജെ എന്ന് പറയുന്നത് സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ. ഡി ഓഫ് ജെ മീൻസ് ഇൻപുട്ട് ഫോർ ജെ. ആർ ഓഫ് ജെ മീൻസ് ഔട്ട്പുട്ട് ഫോർ ജെ. ഇയാളുടെ ഔട്ട്പുട്ട് പ്രോപ്പർലി റൈറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ റീഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രോബ്ലം ആണ്. മുഹമ്മദ് സാലിഹ് ക്ലിയർ അല്ലേ? നബീൽ, മുഹമ്മദ് ഷഫീഖ്. ഓക്കേടാ സാലിഹ്, താങ്ക് യു. നെക്സ്റ്റ് നോക്കുക. അപ്പം നമുക്ക് വേറൊരു ഹസാർഡിലേക്ക് പോവാം. ദിസ് ഹസാർഡ് ഈസ് നോൺ ആസ് റൈറ്റ് ആഫ്റ്റർ റൈറ്റ്. റൈറ്റ് ആഫ്റ്റർ റൈറ്റ്. നബീലെ താങ്ക് യുടാ. റൈറ്റ് ആഫ്റ്റർ റൈറ്റ് നബീൽ നോക്കുക. ഐ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ റൈറ്റ് ചെയ്യുന്നു, ജെ എന്ന ഇൻസ്ട്രക്ഷനും റൈറ്റ് ചെയ്യുന്നു. ഇയാൾ രണ്ടാളും കൂടി റൈറ്റ് ചെയ്യാൻ പോകുന്നത് ഏതോ ഒരു കോമൺ ഫയൽ കണ്ടോ. ഇൻ ബിറ്റ്വീൻ അവർക്കൊരു അവരുടെ നമ്മൾ പണ്ട് വരച്ചില്ലേ, രണ്ട് ഫംഗ്ഷനും കൂടി മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇന്റർസെക്ഷൻ വരുന്നുണ്ട്. വിച്ച് മീൻസ് ദേ ആർ ഷെയറിംഗ് എ സെയിം ഡാറ്റ. രണ്ടാളും റൈറ്റ് ചെയ്യുന്നത് സെയിം ഡാറ്റയിലാണ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് റൈറ്റ് നടക്കുമോ? ഇല്ല. ഞാനൊരു ബുക്കിൽ റൈറ്റ് ചെയ്യാൻ പോവാണ്, നബീൽ അതിലേക്ക് റൈറ്റ് ചെയ്യാൻ വരികയാണ്. അപ്പൊ നമ്മൾ തമ്മിൽ ഉണ്ടാവുന്ന ഡാറ്റ എന്ന് പറയുന്നത് റോങ് ആയിട്ട് മാറും. അപ്പൊ ഓർക്കുക, ഡി ഓഫ് ഐ ഇൻപുട്ട് ഫോർ ഇൻസ്ട്രക്ഷൻ ഐ, റൈറ്റിംഗ് ആർ ഓഫ് ജെ. അയാൾ ഒരു ആർ ഓഫ് ഐ അയാൾ റൈറ്റ് ചെയ്യുന്നു. അതുപോലെ ജെ ഇൻസ്ട്രക്ഷൻ ഇൻപുട്ട് എടുക്കുന്നു, ആർ ഓഫ് ജെ ഉണ്ടാക്കുന്നു. അവർ തമ്മിലുള്ള ഒരു ഇന്റർസെക്ഷൻ. അവരുണ്ടാക്കുന്നത് സെയിം ഏതോ രജിസ്റ്ററിലോ മെമ്മറിയിലോ റൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇങ്ങനെയുള്ള റൈറ്റ് ഹസാർഡ് ഉണ്ടാക്കുന്നു. അപ്പൊ നോക്കുക, ജെ ട്രൈ ടു റൈറ്റ് എൻ ഓപ്പറന്റ് ബിഫോർ ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഐ. ജെ ട്രൈസ് ടു റൈറ്റ് എൻ ഓപ്പറന്റ് ബിഫോർ it is trying to written by I. It is known as write after write hazard. Write after write hazard. Clear അല്ലേ? Right. Thank you. ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇറ്റ് ഈസ് നോൺ ആസ് write after read hazard. Third one is write after read hazard.
ഇത് ഇത്രയേ ഉള്ളൂ. ഡി ഓഫ് ജെ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആർ ഓഫ് ജെ റൈറ്റ് ചെയ്യാൻ പോകുന്നു. റൈറ്റ് ചെയ്ത് കഴിയുന്നതിന് മുന്നേ ഐ പോയിട്ട് റീഡ് ചെയ്യാൻ പോവാണ്. സമയം കൊടുക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഡയഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യാം. എന്നിട്ട് എഴുതാ ജെ ട്രൈ ടു റൈറ്റ് ഡെസ്റ്റിനേഷൻ. ജെ ട്രൈ ടു റൈറ്റ് എ ഡെസ്റ്റിനേഷൻ ബിഫോർ ഇറ്റ് ഈസ് റീഡ് ബൈ ഐ. J try to write a destination before it is read by I. So I incorrectly get the new value. പഴയ വാല്യൂവിന് വേണ്ടിയിട്ടായിരിക്കുന്നു റീഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അയാൾ റീഡ് ചെയ്യുന്നതിന് മുന്നേ ഇയാൾ പോയിട്ട് എന്ത് ചെയ്തു? ഡാറ്റ ഓവർ റൈറ്റ് ചെയ്ത് വെച്ചു. പുതിയ വാല്യൂ അതിൽ കൊണ്ട് പ്ലേസ് ചെയ്തു. സോ ഐ ഇൻകറക്ട്ലി ഗെറ്റ് ദി ന്യൂ വാല്യൂ. ഒന്ന് എഴുതി വെക്കുക. നോൺ ആസ് റൈറ്റ് ആഫ്റ്റർ റീഡ് ഹസാർഡ്. റൈറ്റ് ആഫ്റ്റർ റീഡ് ഹസാർഡ്. ഇത്രയും പറഞ്ഞാൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അറ്റൻഡൻസിലേക്ക് പോവാം. ഒന്ന് രണ്ടാൾക്കാര് ഒന്ന് കമന്റ്സ് പറയാം. ഈ ഡയഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക. നോട്ട്സ് നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ചെറുതായിട്ട് ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ്? ആ സർ. ഓക്കെ, നമുക്ക് റെക്കോർഡ് ക്ലോസ് ചെയ്യാം.